മൂട് അയല പൊരിച്ചതുണ്ട്, ചൂര വറുത്തതുണ്ട്. ചൂര വേണ്ട ഞങ്ങൾക്ക് ചൂര ഇഷ്ടമല്ല. ഞങ്ങൾക്ക് A ക്ലാസ് മീനെ ഇഷ്ടമുള്ളൂ. ചൂരയൊക്കെ കൊണ്ട് ദൂരക്കാ. കുടംപുളിയിട്ട് വെച്ച നല്ല നെയ്മീൻ കറിയുണ്ട്. നെയ്മീനുണ്ടോ? മനുഷ്യരായ ഓരോരോ ഇഷ്ടങ്ങൾ കാണും, അത് തുറന്ന് പറയും, അത് പ്രകടിപ്പിക്കും. പച്ചയായ മനുഷ്യൻ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടമല്ലെന്ന് മുഖത്തോക്കി പറയും. റൊട്ടി കഴിച്ച് വളർന്നു വന്ന ഒരു നേതാവ്, അത് പണ്ട് അല്ലേ, അത് കോളേജ് പഠിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് വന്ന വഴിയൊക്കെ മറക്കാൻ പാടില്ല. കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരെണ്ണിഞ്ഞ ഈറനെണ്ണിഞ്ഞ ഗഗനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രി എനിക്കങ്ങും വേണ്ട ചൂര, എനിക്ക് നെയ്മീൻ വേണം, എനിക്ക് നെയ്മീൻ വേണം എന്ന് കരയുന്ന ഒരു മുഖ്യമന്ത്രി. ദിവാകരനൊക്കെ നമ്മളെ പാർട്ടിയിലുള്ള തന്നെയായിരുന്നു. ഏത് പാർട്ടിയിൽ നിന്ന് കുറ്റിപ്പറിച്ച് വരണം, കഷ്ടം തന്നെ. തമാശക്ക് പറഞ്ഞാണ്. ഇപ്പൊ നാട്ടുകാർ മൊത്തം എടുത്തിട്ട് അലക്കുന്നു. തലവട്ട ആനന്ദന്റെ വീട്ടിൽ പോയിട്ട് മുണിങ്ങിട്ട് എഴുന്നേറ്റ് പോയാ പോരെ. ചൂര മീൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കട്ടിയുള്ള മീൻ ഞങ്ങൾക്ക് ഇഷ്ടം, നല്ല സോഫ്റ്റ് എന്നിട്ട് കയ്യിലിരിപ്പ് അങ്ങനല്ലോ. ഞങ്ങൾ സോഫ്റ്റ് മീൻ കഴിക്കണോ, ഞങ്ങൾ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ആൾക്കാർ. പിണറായി പെട്ടെന്ന് പിന്നെ പ്രത്യേകിച്ച് ഭയങ്കര സോഫ്റ്റാ. ഞങ്ങള് സോഫ്റ്റ് ആണ്. എന്നാൽ ഊച്ചാളിത്തരം അല്ലേടോ ഇതൊക്കെ. അത് പാവപ്പെട്ടവന്റെ പടത്തലവൻ ചൂര ഇറങ്ങൂല്ലേ. തന്നെ വലിയ മീനാ. ആശാൻ കഴിക്കാത്ത മീന് പറ. കഴിക്കാത്ത മീന ഞാൻ മറ്റേ മീന് കഴിക്കില്ല. തെരച്ചി മീൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ എങ്ങനെ കഴിക്കാം? ഓക്കെ സമ്മതിച്ചു. എന്ന് വെച്ചോണ്ട് ഞാനാണ് എന്നെ ആരേലും ഭക്ഷണം കഴിക്കാൻ, ഇപ്പൊ തന്റെ വീട്ടിലേക്ക് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാൻ തന്റെ വീട്ടിലോട്ട് വന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കറി അവിടെ വിളമ്പി വെച്ചു. എന്നിട്ട് ഞാൻ അത് കഴിക്കാതെ അവിടെ വെക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അത് അവിടെ തന്നെ അങ്ങ് വെക്കും. എന്നിട്ട് അല്ലാതെ മറ്റേ താൻ എന്ത് പണിയാണോ കാണിച്ചത്, എനിക്കെങ്ങും വേണ്ട തന്റെ ചോറെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അപമാനിച്ചിറങ്ങി പോകലല്ല ഞാൻ ചെയ്യുന്നത്. അത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് ആരെ വീടായിരുന്നു? ആനത്തലവട്ടം ആരാണ്? അപ്പൊ ഞങ്ങളെ പിണറായിക്ക് VS ആയിട്ട് എന്തുണ്ട്, ശത്രുതയുണ്ട്. അപ്പൊ പിന്നെ ആനന്ദിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അത് പുള്ളി പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ വീട്ടിലേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചായിരുന്നല്ലോ. പോകാൻ താല്പര്യമില്ലെങ്കിൽ പോവരുത്. അത് പിന്നെ വേണ്ട, ദിവാകര നിങ്ങൾ പോയി കഴിച്ചോളൂ, ഞാൻ പുറത്തുനിന്ന് പോയി കഴിച്ചോളാം എന്ന് മര്യാദക്ക് പറഞ്ഞാ പോരെ. അല്ലാതെ ആ വീട്ടിൽ പോയി മുണുങ്ങിയതും പോരാ, എന്നിട്ട് അവരെ ആക്ഷേപിച്ചിട്ട് ഇറങ്ങിപ്പോരും. പിന്നെ മുന്നിൽ എന്ത് ശത്രുത, എന്ത് വൈരാഗ്യം. എന്നിട്ട് അവരെ നാണം കെടുത്തിട്ടല്ലേ ഇറങ്ങിപ്പോയത്. എനിക്കൊന്നും വേണ്ട ചോറന്ന്. അത് പിന്നെ പണ്ട് റൊട്ടി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ, അതായത് ബ്രണ്ണൻ കോളേജിൽ മറ്റേ വടിവാള് പയറ്റാൻ പോയപ്പോഴത്തേക്ക് പണ്ട് മറ്റേ വടിവാൾ അഭ്യാസം പഠിക്കാൻ ബ്രണ്ണൻ കോളേജിൽ പോയ അഭ്യാസം പഠിക്കാൻ ബ്രണ്ണൻ കോളേജിലോ അക്ഷരം പഠിക്കാൻ പോയി. അക്ഷരം ബ്രണ്ണൻ കോളേജിൽ വടിവാൾ അഭ്യാസം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും ബ്രണ്ണൻ കോളേജിൽ പോയപ്പോ ഞാൻ പഠിച്ചായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ പിടിച്ച വാളും കൊണ്ടൊക്കെ പോയെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അല്ല അക്ഷരം പഠിക്കാൻ പോയെന്ന് എപ്പോഴേലും പറയുന്നത് ഗുസ്തി പഠിക്കാനോ? പഠിക്കാനല്ലാതെ പിന്നെ കമ്മികളൊക്കെ എവിടെ പോകുന്നത് ഇപ്പൊ അതിനാണെന്നാണ് ഒരു പറച്ചില്. എന്റെ മാനവരെ, നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ ഈ മുഖ്യമന്ത്രി ഞാൻ ബ്രണ്ണൻ കോളേജിൽ പോയി 4 അക്ഷരം പഠിച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പകരം മറ്റേത് ഞാൻ സുധാകരനെ മറ്റേ ഞെട്ടിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ നടന്നു. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. മറ്റേ ഊരി പിടിച്ച വാളിന്റെ കഥയൊക്കെ അല്ലേ ബ്രണ്ണൻ കോളേജിലെ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ ഏത് അവസരത്തിലാ സ്വയം അങ്ങ് തള്ളുക. എന്നിട്ട് ആ മുഖ്യമന്ത്രി ആയിരുന്നു കഴിഞ്ഞ ദിവസം ബ്രണ്ണൻ കോളേജിൽ മറ്റേ വടിവാള് വയറ്റാൻ പോയപ്പോഴത്തേക്ക് എന്റെ പൊന്നമ്മച്ചി എനിക്ക് റൊട്ടിയായിരുന്നു തന്നുവിടുന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണ് പാർട്ടി സെക്രട്ടറി ആയപ്പോഴത്തേക്ക് ആനത്തലവട്ട ആനന്ദന്റെ വീട്ടിൽ പോയിട്ട് മീനൊക്കെ ഒന്ന് ഞെക്കി നോക്കി. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മീൻ ഞങ്ങൾ കഴിക്കില്ല. ഒന്ന് ഞെക്കി നോക്കിയിട്ട് ഒന്ന് ഞെക്കി നോക്കിയിട്ട് ഇതെനിക്ക് പറ്റൂല, ഇതെനിക്ക് ഇറങ്ങൂല, കട്ടിയോട്ട് അതിനെന്ത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മീൻ ഞങ്ങൾ കഴിക്കില്ല. എടാ ഒരാളുടെ വീട്ടിൽ പോകുമ്പോ പാലിക്കേണ്ട ഒരു മര്യാദ, മാന്യത അതൊക്കെ ഉണ്ട്, മനസ്സിലായോ? നമ്മളെ വീടാണെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലെന്ന് പറയില്ലേ? നമ്മുടെ വീടല്ലല്ലോ, ആനന്ദ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ. ആനന്ദന് വലങ്കയാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേടോ നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു കൂടക്കീഴിലുള്ളവരാണ് നമ്മളിപ്പോ കണ്ടത്. ആനത്തലവട്ട ആനന്ദന്റെ വീട്ടിലോട്ടാ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഒക്കെ വീടേ കണ്ടുള്ളൂ എന്ന് ചോദിച്ചു.
ഇതൊക്കെ സി ദിവാകരൻ ഈ ബോംബ് എന്തിനാണ് മിസ്റ്റർ ദിവാകരൻ താങ്കൾ ഈ കൊലച്ചത് ഞങ്ങളോട് ചെയ്തത്? എന്തിനായിരുന്നു മിസ്റ്റർ പിണറായി നിങ്ങൾ റൊട്ടി തിന്ന കഥ ഞങ്ങളോട് പറയുന്നത്? ഉമ്മൻചാണ്ടി ഏതോ ജനമധ്യത്തിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. കമ്പയർ ചെയ്യും എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ ഇന്നേ വരെ ഏതെങ്കിലും വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് മീൻ കൊണ്ടുവയ്ക്കുമ്പോ ഞെക്കി നോക്കിയിട്ട് ഇറങ്ങി പോയിട്ടില്ല. ആരെങ്കിലും പറയണത് വരെ ഞാൻ പറയാം. ഇവരുടെ മറ്റേ ബ്രണ്ണൻ കോളേജിലെ മറ്റേ പുലി സിംഗോ എലിയോ എന്തോ ഇത് ആ സാധനം മുഖ്യമന്ത്രി ഇവിടെ മറ്റേ നവകേരള യാത്ര നടത്തിയല്ലോ. നവകേരള യാത്ര നടത്തിയപ്പോ എങ്ങനെയായിരുന്നു? ബസ്സിൽ പോകുന്നു, എസ്കലേറ്റർ വരെ വെച്ച് ബസ്സിൽ പോകുന്നു, ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി മറ്റേ പൗരപ്രമുഖരുമായിട്ട് അണ്ടിപ്പരിപ്പ് തിന്നുന്നു, മറ്റേ എന്നിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ മനുഷ്യർക്ക് കൊടുക്കുന്ന ആഹാരം ആ ആഹാരം തന്നെ കഴിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ജനങ്ങൾ എന്താണോ കഴിച്ചത് അന്ന് ആ പരിപാടിക്ക് വന്ന ജനങ്ങൾക്ക് മറ്റേ ഭക്ഷണം കൊടുത്തപ്പോൾ അവരെന്താണോ കഴിച്ചത് അതേ ആഹാരം ഈ അപേക്ഷയെല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കഴിക്കുന്ന ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ പിന്നെ നാട്ടുകാർ കമ്പയർ ചെയ്യാതിരിക്കുവോ? ഡയറ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, ആൾക്കാരുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും. പക്ഷെ പാവങ്ങളുടെ പടത്തലവനാ ഞങ്ങൾ പാവങ്ങളുടെ പടത്തലവൻ തന്നെയാണ്. ഞങ്ങളെ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ചൂര എന്ന് പറയുന്ന മീന് നല്ല വിലയുള്ളതാ. നല്ല വിലയുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കാത്ത മീൻ എങ്ങനെ ഞങ്ങൾ കഴിക്കാം? മീനെ ഇറങ്ങും, നെയ്മീനെ ഞങ്ങൾക്ക് ഇറങ്ങുള്ളൂ. എന്ത് ഞങ്ങൾ നേരത്തെ തന്നെ അറിയാവുന്നതല്ലേ, പുള്ളി ഇതൊക്കെ കഴിക്കുള്ളൂ എന്ന് അറിയാവുന്നതല്ലേ. അപ്പൊ ഒരു അതിഥി വീട്ടിൽ വരുമെന്ന് പറയുമ്പോഴേക്കും ആൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെക്കണ്ടേ? ആൾക്ക് ഇഷ്ടമില്ലാത്തത് ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങളുടെ കുറ്റമാണ്. നോക്കിക്കേ, നിങ്ങൾക്ക് സൗകര്യമുള്ളത് ഉണ്ടാക്കി വെക്കാനല്ല അവിടെ ഇരിക്കുന്നത്. അതിഥികളെ മാനിക്കാൻ പഠിക്കണം, അതിഥികളെ മാനിക്കാൻ പഠിക്കണം. അയ്യോ, നിങ്ങളുടെ മറ്റേ ഒളിവ് കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു? ഞങ്ങള് അപ്പൊ എന്ത് കിട്ടിയാലും വാരി തിന്നുന്ന സ്വഭാവം. അതുപോലെയാണോ? പിന്നെ എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ മനുഷ്യന്? ഒരു കാലത്ത് റൊട്ടി കഴിച്ചെങ്കിൽ പിന്നെ കാലത്ത് ബിരിയാണി കഴിക്കും. അത് മനുഷ്യന്റെ പരിണാമമാണ്. എടോ അതിനൊരു മര്യാദ വേണം. എടോ മര്യാദ എന്ത് മര്യാദയോ? അല്ലാതെ അവരെ ആ വീട്ടുകാരെ അപമാനിച്ചിട്ട് ആനത്തലവട്ട ആനന്ദനോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടുകാരെ അപമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആനത്തലവട്ട ആനന്ദന്റെ മകൻ വന്ന് പറഞ്ഞല്ലോ അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, പുള്ളിയെ പോയെന്ന്. അങ്ങനെയല്ലേ പറയുകയുള്ളൂ. പക്ഷേ ഇത് കരക്കമ്പി കരക്കമ്പി ഇപ്പൊ ഇങ്ങനെ വരുന്നത്. താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട്. 1000 പൂച്ചാണ്ടികൾ. അതെ, ഈ അന്ത്യ നിമിഷത്തിൽ കൊണ്ട് ഞങ്ങളുടെ ഈ സർക്കാരിന്റെ നമ്മുടെ രണ്ടാം വരവിന് മുന്നോടിയായിട്ടുള്ള രണ്ടാം വരവ് മുന്നോടിയായിട്ടോ മൂന്നാം വരവിന്റെ മുന്നോടിയായിട്ടുള്ള രണ്ടാം വരവിന്റെ അന്ത്യ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ പാടാമോ? അതെ, ഞങ്ങൾക്ക് ഇത്രയും വലിയ പണി തന്നില്ലേ? ഇതാണ് ശരിക്കും കുമ്മിയടി, മനസ്സിലായില്ലേ? ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിനേക്കാൾ വലിയ കുമ്മിയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പുള്ളിയുടെ ബുക്ക് പുറത്തിറങ്ങുമല്ലോ, അപ്പൊ ഇത്തിരി എരിവും പുളിയൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് പുള്ളി ഓർമ്മയില്ലാതെ ഓരോന്നിന് പ്രസംഗിച്ചു വരുന്നത്. ചില ആളുകൾക്ക് ഇന്ന മീനായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് നെത്തോലി ഇഷ്ടം, ചില ആളുകൾക്ക് തിമിംഗലം ഇഷ്ടം, ചില ആളുകൾക്ക് ആരെയും അപമാനിക്കാൻ പോകാറില്ല ഭക്ഷണത്തിന്റെ മുമ്പിൽ. അപമാനിച്ചത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? വേണ്ട, ദിവാകരനല്ലേ അന്ന് ആഹാരം കഴിക്കാൻ പിണറായി വിജയന്റെ കൂടെ പോയ സി ദിവാകരനാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞു, എടുത്ത് പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞതാണ്, ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. ഇത്രയും പറയുമ്പോ അതിനകത്തിൽ കാര്യം ഉണ്ടെന്നല്ലേ? ഇത്തിരി ഇങ്ങനെ ഞെക്കി നോക്കിയപ്പോ കട്ടിമീൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയി. ഞാൻ അവിടെ AKG കാണുമെന്ന് പറഞ്ഞു. ഇതിൽ എവിടെ അപമാനം? പിന്നെ അടുത്ത ദിവസം പാർട്ടി പരിപാടി നടത്തിയപ്പോ നെയ്മീൻ കൊടുത്തപ്പോഴാണ് പിണറായി ഒന്ന് ചിരിച്ചെന്നാണല്ലോ വീണ്ടും അറിഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ പാർട്ടിക്കാര് പലതും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എന്തോന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ തലയിടാൻ വരണ പടത്തലവൻ ചൂര കഴിക്കൂല, നെയ്മീനെ ഞങ്ങൾ കഴിക്കാത്ത പലതും ഉണ്ട്, കഴിക്കുന്ന പലതും ഉണ്ട്. നിങ്ങൾക്ക് എന്ത്? കോൺഗ്രസിൽ BJP നിന്ന് ഒരു ദിവാകരൻ വരുന്നത് വരെ അവിടുത്തെ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ ആനത്തലവട്ട ആനന്ദൻ അങ്ങേരുടെ മെനു നോക്കുന്നില്ല, നിങ്ങളുടെ മുഖ്യന്റെ മെനു നോക്കാനാണോ അവിടെ നേരം? പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? വളരെ ബഹുമാനം കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ലേ? ആള് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ അതിന് ദേവോഭവല്ല വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്ന ആളെല്ലാം ഞങ്ങളുടെ മുഖ്യ. പുള്ളിക്ക് ഡയറ്റ് ഉണ്ട്, അതനുസരിച്ചേ പുള്ളി കഴിക്കൂ. അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നല്ല ആരുടെ ഭക്ഷണ രീതിയെ കുറിച്ച് ആരും അപമാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ വെച്ചവരെ അവരെ അപമാനിക്കുന്നത് നല്ലതല്ല.
ഈ മുഖ്യമന്ത്രിയെ കുറ്റം പറയണോട് എല്ലാം വെട്ടിപ്പിടിക്കുന്നവരാണോ? ആണോ? അവർക്കും ഇല്ലേ ഇഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ? എന്നും വെച്ചോണ്ട് അവരെ അപമാനിച്ചിട്ടാണോ ഇറങ്ങി അപമാനിച്ചു എന്ന് ആര് പറഞ്ഞു? ദിവാകരൻ പറഞ്ഞു. ചോരയാണെന്ന് ചോദിച്ചു. ദിവാകരൻ പറഞ്ഞു ചോരയാണോ വേണ്ട ഭക്ഷണം ഒന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയെന്ന്. അതെ, അതിൽ എന്ത് അപമാനം? എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് അയ്യോ പിണറായി അല്ലേ കടക്ക് പുറത്തെന്ന് പറയുന്ന അതേ സ്റ്റൈലിൽ പറഞ്ഞു കാണും. അത് ഇപ്പോഴത്തെ പിണറായിയാണ് കടക്ക് പുറത്ത് പറയുന്നത്. പണ്ടത്തെ പണ്ടത്തെ വിജയനായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം വളരെ കർക്കശനായിരുന്നു. സ്നേഹമോ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പിന്നെയും കുറച്ച് മാന്യത കാണിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ ഇതിനേക്കായി തൊലിഞ്ഞ സ്വഭാവം. പ്രഭാകരനല്ല ദിവാകരൻ. സൂര്യാങ്കര സുധാകരനല്ല ദിവാകരൻ. ഏത് കരനായാലും നന്ദിയുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തതിനും ഒരു കഥ. നിങ്ങളുടെ സാംസ്കാരിക നായകരും നിങ്ങളെ കൈവിട്ടു. എഴുത്തുകാരും സാംസ്കാരിക നായകരും പറഞ്ഞു മറ്റേ അധികാര തുടർച്ച ഇവരെ മറ്റേ ഏകാധിപതികളാക്കും, അതുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് അധികാരം കേട്ടോ. ആര് ഏകാധിപതിയാകും, ആര് മറ്റേ അധിപതിയാകും? നിങ്ങളെ താങ്ങി നിർത്തിയവരെല്ലാം ഇപ്പൊ വലിച്ചു പുറത്തേക്ക് ഇടുകയാണ്. ഞങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങൾ ആരെയാണ് കയറ്റാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഇപ്പൊ തന്നെ അങ്ങ് കൊമ്പ് മുളച്ചിട്ടുണ്ട്. ഇനി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഭരണ തുടർച്ചയായി കഴിഞ്ഞാൽ ഇവന്മാർക്ക് വാലിവിടെ വരുമെന്ന്. ഞങ്ങൾക്ക് വാല് ഇല്ല. ഞങ്ങൾ ആ വാലിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഏതോ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വീട്ടിൽ കയറിയിട്ട് എല്ലാരെയും ഇത് ഗൃഹസന്ദർശനം ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രവർത്തകർ മടിക്കുകയാണെന്ന് കേൾക്കുന്നില്ല, ഒത്തില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ആഴത്തിൽ ഇറങ്ങി പോണത്. ആഴത്തിൽ നിങ്ങൾ ഇറങ്ങി മുങ്ങി ചാവുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞങ്ങൾ ഇനി കടകംപള്ളിയുടെ HD ഫോട്ടോ വന്നല്ലോ വീണ്ടും പോറ്റിയുമായിട്ടുള്ളത്. BJP നേതാവിന്റെ HD ഫോട്ടോ വന്നത് കണ്ടില്ലേ? എങ്ങനെയാലും ഈ വിഷയം കോൺഗ്രസിന്റെ തലയിൽ ഇടാൻ നോക്കിയിരുന്നതായിരുന്നു. മറ്റേ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ആന്റണി ലിസ്റ്റിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ ഒന്ന് സമാധാനിച്ചിരുന്നപ്പോഴത്തേക്ക് ദേ കടകംപള്ളിയുടെ അടുത്ത ഫോട്ടോ. അതെ, BJP നേതാവുമായിട്ട് പോറ്റി നിൽക്കുന്ന ഫോട്ടോ ഇന്ന് റിപ്പോർട്ടർ പുറത്തു വിട്ട ആരുടെയൊക്കെ കൂടെ പുറത്ത് നിൽക്കുന്ന ഫോട്ടോ വന്നാലും അവനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതെ, എത്രയേ ഉള്ളൂ. എല്ലാവർക്കും പങ്കുണ്ട്. BJPക്കും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ പങ്കുണ്ട് കേട്ടോ. പോറ്റിയുടെ കൂടെ എല്ലാരും നിപ്പുണ്ട്. പോറ്റിയുടെ കൂടെ നിൽക്കുന്ന എല്ലാരും കടകംപള്ളി അറസ്റ്റ് ചെയ്യണം. കടകംപള്ളി എന്തിനാ അറസ്റ്റ് ചെയ്യണത്? അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം. ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ അറസ്റ്റ് ചെയ്യാവോ? സോണിയാഗാന്ധി SIT അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? അതെ, എന്നാ ഇന്റർപോളിനെ ഇറക്കും. ഇന്റർപോളിന് എന്തിനാണ്? ഞങ്ങൾ കേന്ദ്രത്തിൽ ശരിയാ. മറ്റേ മോദിജി നിങ്ങളുടെ മൈ ഫ്രണ്ടിന്റെ കഥയൊന്നും പറയണ്ട. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ ഡാൻസ് കളിക്കാനൊക്കെ പോയെന്ന്. അതങ്ങനെ ഒരെണ്ണം. മൈ ഫ്രണ്ട് കൂടി മൈ ഫ്രണ്ടിന് ഇപ്പൊ അമേരിക്ക നിൽക്കാൻ സമയം. അതെ, ഇരിക്കാനും സമയമില്ല. അതെ, എയറിലാണെന്ന് തോന്നുന്നു. എന്തൊക്കെ കേൾക്കണം ഈ രാജ്യം. എപ്സ്റ്റീൻ ഫയൽസിനകത്തൊക്കെ പേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാമവറിയന്റെ ഒക്കെ ഫയൽസിനകത്ത് പ്രധാനമന്ത്രി ഇതോ കാണുകൂടോ ഇനി അതിനകത്ത്. ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ് ഈ കേരളത്തിലുള്ളൂ, അത് നമ്മുടെ പിണറായിയാണ്. അത് ശരിയാ. എപ്സ്റ്റീൻ അറിയില്ലല്ലോ പിണറായി വിജയനെ. അയ്യോ, അങ്ങനെയല്ല. അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന സാധനമാണ് വാഴ്ത്തുന്നത്. പിന്നെ കേട്ടോ അല്ല, ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലൊക്കെ പോവായിരുന്നു. അമേരിക്കയിൽ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ, ചികിത്സയ്ക്ക് വേണ്ടിട്ട് പോകുന്നുണ്ടല്ലോ. അമേരിക്കയിൽ പോകുന്നുണ്ട്. 2019 എങ്ങനെയൊക്കെ പോയായിരുന്നോ? ഇല്ല, പോയില്ല. കേരളത്തിൽ എന്തൊക്കെയോ പരാമർശം ഉണ്ടെന്ന്. അതെ, അതാ ഞാൻ ചോദിച്ചത്. മങ്കൂട്ടത്തിലായിരിക്കത്തില്ല, അത് ഇപ്പോഴല്ലേ വന്നത്. പറയാൻ പറ്റില്ല, എന്താ പറയിപ്പിക്കരുത്. പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഏതോ ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. ഏതോ ചാനലല്ല, 24 പറയുന്നുണ്ട്. 24 എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് വൈറ്റ് വാഷ് അടിച്ചിട്ട് ഏറ്റില്ല. അയ്യോ, എന്നിട്ട് വേടനെ വിളിച്ചിരുത്തി വൈറ്റ് വാഷ് അടിച്ച വേറൊരു ചാനലുകാരുണ്ടല്ലോ, റിപ്പോർട്ടറിയോ. നിങ്ങളുടെ മുട്ട, സ്വന്തം മുട്ട. അതെ, റിപ്പോർട്ടർ ചാനൽ നിർത്തു. അന്ന് വേടനെ വിളിച്ചു നിർത്തി ഇന്റർവ്യൂ ചെയ്തപ്പോ എന്തായിരുന്നു നിങ്ങൾ കുരയ്ക്കാഞ്ഞത്? അത് ഞങ്ങൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാണാത്തത്. അയ്യോ, നിങ്ങൾ കുറച്ചതായിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല. ശരി, വൈറ്റ് വാഷ് വിട്ടേക്ക്. കോംപ്രമൈസ്. ഇനിയിപ്പോ നിങ്ങളുടെ പ്രശ്നം സന്ദർശന പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് ഇനി നെയ്മീൻ വേണമെന്ന് പറയുമോ? ഇല്ല, അത് ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ മുന്നേറ്റ നെയ്മീന് ഞങ്ങൾ അത്രത്തോളം വളർന്നിട്ടുണ്ട്. അതെ, നമുക്ക് അറിയാവുന്ന നിങ്ങൾ വല്ലാതെ അങ്ങ് വളർന്നിട്ടുണ്ട്. ഈ 10 വർഷവും കൂടെ കിട്ടിയപ്പോഴത്തേക്ക്
നമ്മളെ അങ്ങ് പിഴിഞ്ഞായിരുന്നല്ലോ. അച്ഛനെ ഞാൻ കടലിൽ പോണ് നെയ്മീൻ പിടിക്കാൻ. പോയിട്ട് വരും. ആ കടലിനക്കര പോണവരെ കാണാ പൊന്നിന് പോണവരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും നെയ്മീൻ. ഒലക്കട മൂട്.